അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വളരെ നശ്വരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ദുനിയാവെന്നത് വളരെ പെട്ടെന്ന് തീരുന്ന, ആഖിറത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ചെറുതായ ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില അവസരങ്ങൾ ഒരു വിശ്വാസിക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾക്ക് നൽകപ്പെടുന്ന അവസരങ്ങളിൽ ഒന്നാണ് ദുൽഹിജ്ജ മാസം ആദ്യത്തെ 10 ദിവസങ്ങൾ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 10 ദിവസങ്ങളെ വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഏറ്റവും നല്ല ദിവസങ്ങൾ ഈ ദിവസങ്ങളാണ് എന്ന് പ്രവാചകൻ സൂചിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു സ്വഹാബി പ്രവാചകനോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ഇതിൽ മറ്റൊരു പ്രവർത്തനവും ഇതിനെ മറികടക്കുന്നതില്ലേ? അതായത് ഈ ദുൽഹിജ്ജ മാസത്തിലെ ഈ പ്രവർത്തനത്തെ മറികടക്കുവാൻ കഴിയുന്ന മറ്റൊരു പ്രവർത്തനം ജിഹാദ് പോലും ഇല്ലേ എന്ന് പ്രവാചകനോട് ആ സ്വഹാബിമാർ തിരിച്ചു ചോദിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഒരു മനുഷ്യൻ അവൻ്റെ നഫ്സും ശരീരവും സമ്പത്തും ഉപയോഗിച്ച് ജിഹാദിനിറങ്ങി, അവൻ തിരിച്ചു വന്നില്ല. അതായത് രണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗിച്ചു. അങ്ങനെ ഒരു സാഹചര്യം മാത്രമാണ് അവനെ സംബന്ധിച്ചിടത്തോളം ആ പ്രവർത്തനത്തെ മറികടക്കുവാനുള്ളത് എന്നുള്ളതാണ്. അതായത് ഒരുപാട് പ്രതിഫലം നൽകപ്പെടുന്ന ദിവസങ്ങളിൽ ഒന്നാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ എന്നുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ചെയ്യുവാനുള്ളത്? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു നല്ല ദിവസത്തിലും അള്ളാഹു പ്രതിഫലം ധാരാളമായി നൽകുന്ന ദിവസങ്ങളിലെല്ലാം ആരാധനകളിൽ മുഴുകുക എന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യമാണെങ്കിലും, ഫർള് ആയ കർമ്മങ്ങളെ, നിർബന്ധമായ കർമ്മങ്ങളെ കൃത്യമായി കൊണ്ടുപോവുക എന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, അതോടൊപ്പം തന്നെ നമ്മളുടെ ജീവിതത്തിൽ നവാഫിലുകളായ ഐച്ഛികമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ ധാരാളമായി വർദ്ധിപ്പിക്കാനും തയ്യാറാകേണ്ടതുണ്ട്. ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പണ്ഡിതർ പലരും പറയുന്നത്, ഇസ്ലാമിൻ്റെ ആരാധനകളുടെ എല്ലാ രൂപവും ഒരുമിച്ച് ചേരുന്ന ഒരു സന്ദർഭമാണ് ഇത് എന്നുള്ളതാണ്. ഏറ്റവും വലിയ നീണ്ടു നിൽക്കുന്ന സൽക്കർമ്മമായ ഹജ്ജും അതോടൊപ്പം തന്നെ സുന്നത്ത് നോമ്പും സ്വതക്കയും നമസ്കാരവും എല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ ഒരുമിച്ച് ചേരുന്നുണ്ട് എന്നുള്ളത് പണ്ഡിതർ നമ്മെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ദുൽഹിജ്ജ മാസത്തിൽ ഫർള് കാര്യങ്ങൾ, അതായത് നിർബന്ധിതമായ കാര്യങ്ങൾ കൂടുതലായി ചെയ്യുവാനും ഐച്ഛികമായ കാര്യങ്ങൾ കൂടുതലായി ചെയ്യുവാനും, അതോടൊപ്പം തന്നെ സ്വഹാബിമാരിൽ ചിലരൊക്കെ ഈ ദിവസങ്ങളിൽ ധാരാളമായി തക്ബീറും തഹ്ലീലുമൊക്കെ ധാരാളമായി ചെയ്യാറുണ്ടായിരുന്നു എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും അതേപോലെ തന്നെയുള്ള മറ്റ് സ്വഹാബത്തുമൊക്കെ അവർ അങ്ങാടികളിലേക്ക് ഇറങ്ങിച്ചെന്ന് തക്ബീറുകൾ ചൊല്ലുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടായിരുന്നു ദുൽഹിജ്ജ ആദ്യ 10 ദിവസങ്ങളിൽ എന്ന് ചില ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തക്ബീറുകൾ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാനുള്ളൊരവസരമായി നമുക്കതിനെ സ്വീകരിക്കാം. അതോടൊപ്പം തന്നെ അറഫ ദിവസത്തിലെ നോമ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്. ആ ദിവസത്തെ നോമ്പ് നമ്മൾ ജീവിതത്തിൽ സുന്നത്തായിക്കൊണ്ട് തന്നെ നിർവഹിക്കാൻ തയ്യാറാവുക, ഇതും വളരെ പ്രാധാന്യമേറിയിട്ടുള്ള, വളരെയധികം പ്രതിഫലം ലഭിക്കുന്ന കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. മറ്റൊന്ന്, സ്വതക്ക വർദ്ധിപ്പിക്കുക എന്നുള്ളതും ഈ ഒരു കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ആരാധനയുടെ രൂപമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ഒരു സൽക്കർമ്മമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു സന്ദർഭത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതും ധാരാളമായി ചെയ്യുവാൻ ശ്രമിക്കുക എന്നുള്ളതും ദുൽഹിജ്ജ മാസത്തിൽ ഒരു വിശ്വാസി ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആനുമായി ധാരാളം ബന്ധം സ്ഥാപിക്കുവാനുള്ള ഒരു സന്ദർഭമായും ഇതിനെ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അള്ളാഹുവിൻ്റെ കലാമിനെ, പരിശുദ്ധ ഖുർആനിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പതിവായി കൊണ്ട് നടക്കാനുള്ള ഒരു ശ്രദ്ധ കൂടി ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഏതൊരു സന്ദർഭത്തിലും ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യത്തിലൊന്നാണ്, അവൻ നിരന്തരം അവൻ്റെ പാപങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും പാപമോചനത്തിനായി അള്ളാഹുവിനോട് തേടുകയും ചെയ്യുക എന്നുള്ളത്. കാരണം പാപമുക്തനായിക്കൊണ്ടാണ് അള്ളാഹുവിനെ ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി കണ്ടുമുട്ടേണ്ടത്. പാപത്തിൻ്റെ കറയുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പാടില്ല എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ധാരാളമായി പ്രതിഫലം ലഭിക്കുന്ന ഈ രീതിയിലുള്ള സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ ഇസ്തിഗ്ഫാർ ധാരാളമായി ചെയ്യുകയും അള്ളാഹുവിലേക്ക് മടങ്ങുവാനുള്ള ഒരു സമയമായി ഇതിനെ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് ദുൽഹിജ്ജ മാസത്തിൽ പ്രത്യേകമായും ഒരു വിശ്വാസിക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ
പെരുന്നാൾ ദിവസവുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം അത് യൗമുൻ നഹ്റാണ്. യൗമുൻ നഹർ എന്ന് പറഞ്ഞാൽ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ആ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസത്തിൽ ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഉദ്ഹിയ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക. ഉദ്ഹിയ്യത്ത് ഏറ്റവും ശക്തമായ സുന്നത്തായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്. ആ ഉദ്ഹിയ്യത്ത് നമ്മൾ നിർവഹിക്കുക എന്നുള്ളത് നമ്മളുടെ ദീനിനെ നമ്മളോട് ചേർത്ത് വെക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ്. പലപ്പോഴും ഒരു കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ മറ്റുള്ള കാര്യങ്ങളല്ലേ ചെയ്യേണ്ടത്, ഉദ്ഹിയ്യത്തിലേക്ക് നമ്മൾ പോകേണ്ടതില്ലല്ലോ എന്നുള്ള ചിന്തകളൊക്കെ പലരും കൊണ്ടുവരാറുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രവാചകൻ ഒരു കാര്യം ശക്തമായ സുന്നത്തായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ സുന്നത്തിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെയും ഉദ്ഹിയ്യത്തിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കി തഖ്വയോട് കൂടിയിട്ട് ആ ഉദ്ഹിയ്യത്ത് നിർവഹിക്കുവാൻ തയ്യാറാവുക. ഇങ്ങനെ ഒരു വിശ്വാസിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള അവസരങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തി നാളെ പരലോകത്തിൽ എത്തിച്ചേരുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ ധാരാളമായ പ്രവർത്തനങ്ങളുമായും അതുമൂലം സ്വർഗത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യതകൾ നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഈ ദുൽഹിജ്ജ മാസത്തിലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കായി ഒരുക്കി വെച്ചിട്ടുള്ള ഈ അവസരത്തെ അങ്ങനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വർഗത്തിലേക്ക് എത്തിച്ചേരുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.